നമസ്തേ. ഫെബ്രുവരി 4 വേൾഡ് ക്യാൻസർ ഡേ ആയി ആചരിക്കുന്നു. ക്ലോസ് ദി കെയർ ഗ്യാപ്പ് എന്നുള്ളതാണ് ഈ വേൾഡ് ക്യാൻസർ ഡേയുടെ തീം. അതായത് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എല്ലാവരിലേക്കും എത്തിക്കുക, എല്ലാവർക്കും ആ ഒരു സ്ട്രെങ്ത് പകരുക, കൂടുതൽ അവയർനെസ് ഉണ്ടാക്കുക, ഈ ഏർലി ആയിട്ട് ക്യാൻസറിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള പല കാര്യങ്ങളും ഈ ഒരു ക്യാൻസർ ഡേയിൽ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, എവിടെ ചുറ്റും തിരിഞ്ഞാലും ആൾക്കാർ പറയും ക്യാൻസർ ഉണ്ട്, ക്യാൻസറുടെ ഇൻസിഡൻസ് കൂടി വരുന്നുണ്ട് എന്നെല്ലാം. എന്തുകൊണ്ടാണ് ക്യാൻസറുടെ ഇൻസിഡൻസ് ഇത്രയധികം വർദ്ധിച്ചു വരുന്നത്? മെയിൻ കാരണം നമുക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് തന്നെയാണ് ഈ ക്യാൻസർ കൂടി വരാനുള്ളൊരു കാരണം. അതായത് അമിതഭാരം, വ്യായാമം ഇല്ലാതിരിക്കുക, മദ്യപാനം, പുകവലി, ഇങ്ങനെയുള്ള പല പല കാരണങ്ങളുണ്ട് ക്യാൻസർ വരാനായിട്ട്. അതിന് പുറമെ വേറെയും റീസൺസ് ഉണ്ട്. ഒന്ന്, ഇൻക്രീസ്ഡ് അവയർനെസ്. ആൾക്കാർ കൂടുതൽ ബോധവാന്മാരാണ്, ബോധവതികളാണ്. എന്തെങ്കിലും മാറിലൊരു ചെറിയ തടിപ്പോ വല്ലതും ഉണ്ടെങ്കിൽ അവർ ഉടനെ ഡോക്ടറിനെ കാണാൻ വരുന്നുണ്ട് ഇക്കാലത്ത്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് കുറേ അത് വലുതായി പൊട്ടി ഒലിച്ചു വരുന്ന സമയത്തായിരിക്കും ഡോക്ടറിനെ കാണാൻ വരുന്നത്. പക്ഷേ ഇക്കാലത്ത് അങ്ങനെയല്ല. അപ്പോൾ ദർ ഇസ് ഇൻക്രീസ്ഡ് അവയർനെസ്. അത് കാരണവും വരുന്നുണ്ട്. മാത്രമല്ല, നമുക്കിപ്പം ക്യാൻസറിനെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് നൂതനമായ നിരവധി ടെസ്റ്റുകളാണ് നമുക്ക് ഉള്ളത്. അതിനെപ്പറ്റിയും ആൾക്കാർക്കറിയാം. അത് കാരണവും നമുക്ക് ക്യാൻസർ കൂടി വരുന്നതായൊരു ഫീലിംഗ് കൂടെ ഉണ്ടാകുന്നുണ്ട്. മറ്റൊരു പ്രധാന കാരണം ഇൻക്രീസ്ഡ് ലൈഫ് സ്പാൻ ആണ്. അതായത് ആൾക്കാർ കൂടുതൽ നാൾ ജീവിക്കുന്നു. പണ്ട് 60 വയസ്സ് ഒരു വയസ്സായ ഒരാളാണ് എന്നൊരു സങ്കല്പമാണെന്നുണ്ടെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. 60 വയസ്സിനും 70 വയസ്സ് 80 വയസ്സിൽ പോലും നമ്മൾ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് നമുക്കിന്ന്. ഇതെല്ലാം കാരണമായിരിക്കാം നമുക്ക് ക്യാൻസർ കൂടി വരുന്നു എന്നുള്ള ഒരു തോന്നലുണ്ടാവുന്നത്. അതായത് ലൈഫ് സ്റ്റൈലിലുള്ള ചേഞ്ചസ് കാരണവും ഇൻക്രീസ്ഡ് ലൈഫ് സ്പാൻ കാരണവും കൂടുതൽ അവയർനെസ്സും കാരണവും ഈ ക്യാൻസറിൻ്റെ അളവ് കൂടുതലായിട്ട് തോന്നിയേക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ക്യാൻസറിൻ്റെ കാരണങ്ങളെ പറ്റി പറഞ്ഞായിരുന്നു. ഇനി ലക്ഷണങ്ങളുണ്ട്. ക്യാൻസറിന് പലതരം ലക്ഷണങ്ങളുണ്ട്. ഇപ്പം വേദനയില്ലാത്ത മാറിൽ വരുന്ന മുഴയാണ് ക്യാൻസറുടെ ഒരു പ്രധാന ലക്ഷണം, ബ്രസ്റ്റ് ക്യാൻസറുടെ ഒരു പ്രധാന ലക്ഷണം. അതുപോലെ തന്നെ മലബന്ധം കണ്ടിന്യൂസ് ആയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ മലബന്ധവും വയറിളക്കവും മാറി മാറി ഉണ്ടാവുക, വെയിറ്റ് കുറയുക, പേഴ്സിസ്റ്റൻ്റ് ആയിട്ടുള്ള ഛർദി, ഇതെല്ലാം തന്നെ ക്യാൻസറുടെ ലക്ഷണങ്ങളാവാം. ഇത്തരത്തിലുള്ള സിംറ്റംസ് കണ്ടാൽ നമ്മൾ സർജനെയോ ഫിസിഷ്യനെയോ ആരെങ്കിലും കാണുകയാണ് സാധാരണ ചെയ്യുന്നത്. ക്യാൻസറുടെ എന്തെങ്കിലും സംശയമുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മളൊരു ഓങ്കോളജിസ്റ്റിനെ തന്നെ കാണണം. ബിക്കോസ് ഓരോ ക്യാൻസറിന് ഓരോ ചികിത്സാ രീതിയാണ്. എല്ലാ ക്യാൻസറിനും സെയിം ട്രീറ്റ്മെൻ്റ് അല്ല. ചിലതിന് സർജറിയാണ് ആദ്യം വേണ്ടത്, അതിന് ശേഷമായിരിക്കാം ബാക്കി ട്രീറ്റ്മെൻറ്റ്. എന്നാൽ ചില ക്യാൻസേഴ്സിന് കീമോതെറാപ്പി ആവശ്യമായിട്ട് വരും, എന്നിട്ടായിരിക്കും സർജറി ചെയ്യുന്നത്. ചില ക്യാൻസേഴ്സിന് റേഡിയേഷൻ്റെ ആവശ്യവും വരാം. ചിലതിന് അതൊന്നുമല്ല, ചിലപ്പോൾ ടാർഗറ്റഡ് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, ഇങ്ങനെയുള്ള നൂതനമായ ചികിത്സാ രീതികളായിരിക്കാം ചിലപ്പോൾ വേണ്ടി വരുന്നത്. അപ്പോൾ ഈ കാര്യം സിലക്ട് ചെയ്യാനായിട്ട് നിർബന്ധമായിട്ടും ഒരു ഓങ്കോളജിസ്റ്റിനെ തന്നെ കാണണം. നമ്മൾ തുറന്ന് സംസാരിക്കണം. എന്താണ് നമ്മുടെ പ്രശ്നങ്ങൾ, എന്താണ് നമ്മുടെ എങ്ങനെയൊക്കെ നമുക്ക് മുന്നോട്ട് നീങ്ങാനായിട്ട് സാധിക്കും, ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട് നമ്മുടെ സപ്പോർട്ടിന്, ഈ കാര്യങ്ങളെല്ലാം ഓങ്കോളജിസ്റ്റുമായി തുറന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഒരു ചികിത്സാ പ്ലാൻ ഉണ്ടാക്കി മുന്നോട്ട് നീങ്ങാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു ഓങ്കോളജിസ്റ്റിനെ വന്ന് കാണുമ്പോൾ ഓങ്കോളജിസ്റ്റ് പല ഇൻവെസ്റ്റിഗേഷൻസും സജസ്റ്റ് ചെയ്യും. എന്തിനാന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡയഗ്നോസിസിനെ കൺഫേം ചെയ്യണം. അല്ലാതെ ഒരു സംശയത്തിൻ്റെ പുറത്ത് ഒരിക്കലും നമുക്കൊരു ക്യാൻസർ ചികിത്സ ചെയ്യാൻ സാധിക്കില്ല. കൺഫേം ചെയ്യാനായിട്ട് നമ്മൾ കുറേ ടെസ്റ്റുകൾ പറയാനുള്ള സാധ്യതയുണ്ട്. എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം മാറിൽ മുഴയുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻവെസ്റ്റിഗേഷനാണ് മാമോഗ്രാം. നമുക്ക് ഇപ്പം എക്സ്റേ മാമോഗ്രാം ഉണ്ട്, തെർമൽ മാമോഗ്രാം ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള മാമോഗ്രാംസ് ഉണ്ട്. എക്സ്റേ മാമോഗ്രാമാണ് നമ്മളൊരു ഡയഗ്നോസ്റ്റിക് പർപ്പസിന് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഈ മാമോഗ്രാം എടുത്തതിന് ശേഷം നമുക്ക് അങ്ങനെ ഒരു മുഴയുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലും ക്യാൻസർ ഡയഗ്നോസിസ് ആവുന്നില്ല. ബയോപ്സി ആവശ്യമായിട്ട് വരും. ബയോപ്സി യൂഷ്വലി നമ്മൾ ആ മാറിൽ നിന്ന് ഒരു വേദനയില്ലാത്തൊരു പ്രൊസീജിയർ വഴിയാണ്, ഒരു ഗണ്ണ് വെച്ചിട്ടാണ് യൂഷ്വലി ബയോപ്സി എടുക്കുന്നുണ്ടാവുക. നമ്മുടെയൊക്കെ സർജിക്കൽ ഓങ്കോളജി ടീമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇൻ്റർവെൻഷണൽ റേഡിയോളജി ടീമുണ്ട്. ഇവരുടെ എല്ലാ സഹായത്തോടു കൂടി നമ്മളൊരു ബയോപ്സി എടുക്കുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് ഈ ബയോപ്സി ചെയ്യുന്നത്? ബിക്കോസ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത് ഒറ്റ ഒരു ഗണത്തിൽ പെട്ടൊരു രോഗമല്ല. ബ്രസ്റ്റ് ക്യാൻസർ തന്നെ പല തരത്തിലുള്ള ബ്രസ്റ്റ് ക്യാൻസേഴ്സ് ഉണ്ട്. ഹോർമോൺ പോസിറ്റീവ്, ഹോർമോൺ നെഗറ്റീവ്, HER2 എന്ന് പറഞ്ഞൊരു പ്രോട്ടീൻ പോസിറ്റീവ് ആയത്, നെഗറ്റീവ് ആയത്, അങ്ങനെ നിരവധി ടൈപ്പ് ഉണ്ട്. ഇത് മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ ബയോപ്സി എടുക്കുന്നുണ്ടാവുക. ഇനി ബയോപ്സി എടുത്താൽ മാത്രം ക്യാൻസർ ഡയഗ്നോസിസ് ആകുന്നില്ല. ഓഫ് കോഴ്സ് ഡയഗ്നോസിസ് ആവുന്നുണ്ട്, പക്ഷേ അതിൻ്റെ എക്സ്റ്റെൻറ്റും കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് ക്യാൻസർ എന്ന് പറഞ്ഞ കോശങ്ങൾക്ക്
മറ്റ് അവയവങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ സാധ്യതയെ മനസ്സിലാക്കാനായിട്ട് ചിലപ്പോൾ ഡോക്ടർ ഒരു CT സ്കാൻ അല്ലെ ബോൺ സ്കാൻ, പെറ്റ് സ്കാൻ ഇങ്ങനെയുള്ള ടെസ്റ്റുകളെല്ലാം പറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ടെസ്റ്റുകളും കൂടെ ചെയ്താൽ മാത്രമേ ക്യാൻസറുടെ വ്യാപ്തി, മെറ്റാസ്റ്റാറ്റിക് സ്പ്രെഡ് നമുക്കറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ നമുക്ക് പല സ്റ്റേജിൽ ക്യാൻസറിനെ തരംതിരിക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം ക്യാൻസറിന് പ്രധാനമായി 4 സ്റ്റേജാണുള്ളത്. 4ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ക്യാൻസർ മറ്റ് അവയവങ്ങളിലേക്ക് സ്പ്രെഡായ അവസ്ഥ. അതായത് ബ്രസ്റ്റ് ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ അത് ലിവറിലേക്കോ ലങ്സിലേക്കോ ബോണിലേക്കോ ബ്രെയിനിലേക്കോ ഇങ്ങനെയൊക്കെ സ്പ്രെഡ് ആകുമ്പോൾ നമ്മളതിനെ 4ാമത്തെ സ്റ്റേജിലുള്ള ക്യാൻസർ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇനി ഇതിൻ്റെ ചികിത്സാ രീതികൾ, ഓരോ സ്റ്റേജിലും ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓരോ രീതിയിലാണ്. നമുക്കൊരു ഉദാഹരണം എടുക്കാം, ബ്രസ്റ്റ് ക്യാൻസറിനെ എടുക്കാം. നമ്മൾ 1ാമത്തെ സ്റ്റേജിലൊക്കെയുള്ള ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ ഇനീഷ്യലി സർജറിയാണ് ചെയ്യുന്നത്. ചില ആൾക്കാർക്ക് കീമോതെറാപ്പി വേണ്ടി വരും, ചില ആൾക്കാർക്ക് കീമോതെറാപ്പി പോലും വേണ്ടി വരാറില്ല. ഈ ഇടയ്ക്ക് ഒരാൾ ചോദിക്കുകയുണ്ടായി, ക്യാൻസർ എന്തായാലും ഡയഗ്നോസ് ചെയ്തു, ഇനി എന്തിനാണ് ചികിത്സിക്കുന്നത്? ഒരു ടെർമിനലായിട്ടുള്ളൊരു ഇൽനെസ് അല്ലേ? ഇങ്ങനെ ഒരാൾ ചോദിക്കുകയുണ്ടായി. പക്ഷെ അങ്ങനെയല്ല. ഓരോ ക്യാൻസറിന് ഓരോ സ്വഭാവമാണ്. ഇപ്പോൾ 1ാമത്തെ സ്റ്റേജിലുള്ള ബ്രസ്റ്റ് ക്യാൻസറിന് പല സമയങ്ങളിലും ചിലപ്പോൾ കീമോതെറാപ്പി പോലും വേണ്ടി വരാറില്ല. ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് വെച്ച് മാത്രം നമുക്ക് ചികിത്സിക്കാനായിട്ട് സാധിക്കും. ഓക്കെ. അതുപോലെ 2ാമത്തെ സ്റ്റേജ് 3ാമത്തെ സ്റ്റേജൊക്കെ ആകുമ്പോൾ നമുക്ക് കീമോതെറാപ്പി, അതുപോലെ റേഡിയേഷൻ, ഹോർമോൺ ട്രീറ്റ്മെൻറ്റ്, ടാർഗറ്റഡ് തെറാപ്പി, ഇങ്ങനെ നിരവധി ചികിത്സാ ഓപ്ഷൻസ് ഉണ്ട്. ഇതെല്ലാം വെച്ച് നല്ല രീതിയിൽ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫോട് കൂടി മുന്നോട്ട് നീങ്ങാനായിട്ടും ബ്രസ്റ്റ് ക്യാൻസറിനെ കംപ്ലീറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് മാറ്റാനായിട്ടും സാധിക്കുന്നുണ്ട്. 4ാമത്തെ സ്റ്റേജിലാകുമ്പോൾ നമുക്ക് ഡിസീസിനെ ക്യൂർ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു അവയവത്തിൽ മാത്രമല്ല മറ്റ് അവയവങ്ങളിലേക്ക് സ്പ്രെഡായ ഒരു അവസ്ഥയാണ്. അങ്ങനത്തെ അവസ്ഥകളിൽ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഡിസീസ് കൺട്രോളാണ്. ഈ ഡിസീസ് കൺട്രോൾ എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതും ഓഫ് കോഴ്സ് ഏത് തരത്തിലുള്ള ക്യാൻസർ ആണ് എന്നുള്ളത് വെച്ചാണ് നമുക്ക് ഈ ഡിസീസ് കൺട്രോളും ചെയ്യാൻ സാധിക്കുക. ഹോർമോൺ പോസിറ്റീവ് ആണെങ്കിൽ ജസ്റ്റ് ഓറൽ ഹോർമോൺസ് കൊടുത്ത് നമുക്ക് ഡിസീസ് ട്രീറ്റ് ചെയ്യാൻ സാധിക്കുന്നു. വേറെ ടാർഗറ്റഡ് തെറാപ്പി കൊടുക്കാൻ സാധിക്കുന്നു. നൂതനമായ ഇമ്മ്യൂണോതെറാപ്പി കൊടുക്കാൻ സാധിക്കും. ഇതെല്ലാം വഴി നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. ഇതിലെല്ലാം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് പണ്ടത്തെ പോലെയല്ല. ഒരുപാട് ചികിത്സ, ഒരുപാട് അഡ്വാൻസസ് ഉള്ള ഒരു ഫീൽഡാണ് മെഡിക്കൽ ഓങ്കോളജി. അപ്പോൾ നമ്മളത് മനസ്സിലാക്കി നമ്മൾ ചികിത്സയ്ക്ക് മുന്നോട്ട് വരിക തന്നെ വേണം. കീമോതെറാപ്പി എന്താണ്? വേദനയുള്ള ചികിത്സയാണോ കീമോതെറാപ്പി? എന്തെങ്കിലും മെഷീൻ വെച്ച് കൊടുക്കുന്ന ചികിത്സയാണോ കീമോതെറാപ്പി? ഇങ്ങനെയെല്ലാം പലരും ചോദിക്കാറുണ്ട്. ഇങ്ങനെയല്ല. കീമോതെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റമിക് ട്രീറ്റ്മെൻ്റ് ആണ്. അതായത് ഒരു ഡ്രിപ്പ് വഴി മരുന്ന് നമ്മുടെ ബോഡിയിലേക്ക് കയറുകയും ആ മരുന്ന് നമ്മുടെ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് കീമോതെറാപ്പി. അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും മെഷീൻ്റെ ആവശ്യമില്ല. കീമോതെറാപ്പി പെയിൻഫുൾ ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് അല്ല. നമ്മൾ കൃത്യമായ ഒരു വെയിൻ സെലക്ട് ചെയ്ത് അതിനെ കാനുലേറ്റ് ചെയ്ത് ഒരു ഡ്രിപ്പ് വഴി ആ ഡ്രിപ്പിൽ കീമോതെറാപ്പി ഏജൻറ്റ്സ് മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ കീമോതെറാപ്പി കൊടുക്കുന്നുണ്ടാവുക. ഇത് വേദനയുള്ള ഒരു കാര്യമല്ല. നമുക്കിവിടെ ഒരു കീമോ യൂണിറ്റ് ഉണ്ട്, കീമോതെറാപ്പി സിസ്റ്റേഴ്സ് ഉണ്ട്. അതൊക്കെ അവർ കെയർഫുള്ളായിട്ട് കീമോതെറാപ്പി മിക്സ് ചെയ്തിട്ട് ആ രീതിയിൽ നമുക്ക് കീമോതെറാപ്പി എടുക്കാനായിട്ട് സാധിക്കുന്നു. അരമണിക്കൂറിലുള്ള കീമോതെറാപ്പി, 1 മണിക്കൂർ കീമോതെറാപ്പി, 3 മണിക്കൂർ, ചില കീമോതെറാപ്പി എല്ലാം 5 ദിവസം വരെ നീളുന്ന രീതിയിലുള്ള കീമോതെറാപ്പിയും ഉണ്ട്. അങ്ങനെ ഓരോ മരുന്നനുസരിച്ച് ഓരോ ക്യാൻസർ അനുസരിച്ച് ഡിഫറെൻറ്റ് ഷെഡ്യൂളിലാണ് നമ്മൾ കീമോതെറാപ്പി കൊടുക്കുന്നുണ്ടാവുക. അതേപോലെ ടാർഗറ്റഡ് തെറാപ്പി ആണെങ്കിലും ഇതുപോലെ ഉള്ള ഇൻഫ്യൂഷനായിട്ടാണ് ടാർഗറ്റഡ് തെറാപ്പി കൊടുക്കുന്നത്. ഓറൽ ടാർഗറ്റഡ് തെറാപ്പി, അതായത് ടാബ്ലറ്റ് രൂപത്തിലുള്ള ടാർഗറ്റഡ് തെറാപ്പിയും നമുക്ക് അവൈലബിൾ ആണ്. ഇമ്മ്യൂണോതെറാപ്പി ആണെങ്കിലും മെഷീൻ വെച്ച് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് രീതിയൊന്നുമല്ല. നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റീനെ കൂട്ടിയിട്ട് ആ ഇമ്മ്യൂൺ സെൽസ് യൂസ് ചെയ്ത് ക്യാൻസർ സെൽസിനെ നശിപ്പിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇമ്മ്യൂണോതെറാപ്പി. ഈ ഇമ്മ്യൂണോതെറാപ്പി ആണെങ്കിൽ പോലും നമുക്ക് മെഷീൻ്റെ ഒന്നും ആവശ്യമില്ല. അതും ഒരു ഇൻഫ്യൂഷൻ പോലെ ഒരു ഡ്രിപ്പ് വഴി കാനുലയിലൂടെ എടുക്കുന്ന ഒരു സിസ്റ്റമിക് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ആണ്. അങ്ങനെയുള്ള പല ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസും നമുക്ക് ക്യാൻസറിനുണ്ട്. അതുപോലെ ഈ സ്പ്രെഡ് ആകാത്ത ക്യാൻസർ, 4ാമത്തെ സ്റ്റേജിലല്ലാത്ത 1, 2, 3 സമയത്തുള്ള ക്യാൻസർ സ്റ്റേജസിലുള്ള ക്യാൻസേഴ്സിന് സർജറിയും ഒരു പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ്. സർജിക്കൽ ഓങ്കോളജി ഫെസിലിറ്റീസ്, അങ്ങനെ പല സർജറി ഫെസിലിറ്റീസും നമുക്കിവിടെ ലഭ്യമായിട്ടുണ്ട്. അത് നമുക്ക് യൂസ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യാനായിട്ടും സാധിക്കുന്നുണ്ട്. ഇനി ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്, മറ്റൊരു കാര്യം പറയാനുള്ളത്, എല്ലാ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനും കീമോതെറാപ്പിയുടെ ആവശ്യം വരുന്നില്ല. നമുക്ക് ഓരോ ക്യാൻസർ അനുസരിച്ച് സ്പെസിഫിക് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. ബിക്കോസ് ഇപ്പം ഒരു പ്രിസിഷൻ മെഡിസിൻ്റെ ഒരു ഇറയാണ്. അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ടും സാധിക്കുന്നുണ്ട്. ഇനി ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ
ഡോക്ടറിനെ കാണേണ്ടതായിട്ടില്ല, അങ്ങനെയാണോ? അങ്ങനെയല്ല. ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാലും നമുക്ക് കൃത്യമായ ഫോളോ അപ്പ് ആവശ്യമുണ്ട്. ഫോളോ അപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് രോഗിയും ഡോക്ടറുമായിട്ടുള്ള ബന്ധം പുതുക്കാനായിട്ട് അത് ഒത്തിരി അധികം സഹായിക്കും. അതുപോലെ നമുക്ക് തുറന്ന് സംസാരിക്കാനായിട്ടുള്ളൊരു സമയമാണ് ഈ ഫോളോ അപ്പ് എന്ന് പറയുന്നത്. ക്യാൻസർ തിരിച്ചു വരുന്നുണ്ടോ എന്നുള്ള ടെസ്റ്റുകൾ ഡോക്ടർ ചെയ്ത് നോക്കാറുണ്ട്. അത് മാത്രമല്ല, അല്ലാതെ തന്നെ നമുക്കിപ്പം ഒരുപാടിപ്പം എന്തെങ്കിലും മാനസികമായ പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ അത് തുറന്ന് സംസാരിക്കണം. സെക്ഷുവൽ ഡിസ്റ്റർബൻസസ് വന്നു കഴിഞ്ഞാൽ തുറന്ന് സംസാരിക്കണം. അതല്ലാതെ നമുക്ക് ചിലപ്പോൾ ഈ കീമോതെറാപ്പി എടുക്കുന്നതിൻ്റെ ഭാഗമായി ചിലപ്പോൾ ഡയബറ്റിസ് പോലത്തെ അവസ്ഥകൾ വരാം. അതിന് വേണ്ടിയിട്ടും ഫോളോ അപ്പ് ആവശ്യമുണ്ട്. കാർഡിയാക് ഡിസീസസ് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്, അതിനും ഫോളോ അപ്പ് ആവശ്യമുണ്ട്. അപ്പം മൊത്തത്തിൽ ക്യാൻസർ ഫോളോ അപ്പ് എന്ന് പറയുന്നത് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. കൃത്യമായ ഫോളോ അപ്പ് ആവശ്യമുണ്ട്. അത് ക്യാൻസർ തിരിച്ചു വരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടും മറ്റ് അവയവങ്ങളെ അതിൻ്റെ ഹെൽത്ത് മനസ്സിലാക്കാനായിട്ടും നമുക്ക് ഈ ഫോളോ അപ്പ് കൃത്യമായി ഉപയോഗിക്കേണ്ടതായിട്ടുമുണ്ട്. ഇങ്ങനെ നമുക്ക് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കറക്റ്റ് നോളജ് യൂസ് ചെയ്തുകൊണ്ട് നല്ലൊരു ഹെൽത്തി ലൈഫ് നമുക്ക് ലീഡ് ചെയ്യാനാവട്ടെ.